വർഷകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം വാതിലിൽ വന്നു കൈ നീട്ടുമോ ഇതുവരെ നീക്കിനാവിന്നോരത്തെ പോലെ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ ഈ സാരി ഉടുത്തപ്പോ ചേച്ചി അമ്മയും കാണാൻ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാനോ? നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നിന്റെ നാവും കൂടി ഒന്ന് കൺട്രോൾ ചെയ്താ നീ സൂപ്പറാണ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ചോദിക്കാനുണ്ടോ? ടോവിനോ തോമസ് മാറി നിൽക്കും. എല്ലാരും പോയി വണ്ടി കയറ്. പാറു, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ആള് ദഹിച്ചു പോവല്ലോ. അമ്പാടി നീതുവും അടിപൊളിയാണത്രേ. പുതിയ സാരി എടുത്തപ്പോ അമ്മയും ചേച്ചിയും നന്നായിട്ടുണ്ടെന്ന്. എന്നെ കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? ഞാനും പുതിയ ഡ്രസ്സല്ലേ ഇട്ടേക്കുന്നെ. എന്താ എന്നെ കാണാൻ ഭംഗിയില്ലേ? ഞാൻ പറയാതിരുന്ന തന്നെയാ. അതെന്താ? അത് മയിലിനോട് നിന്റെ പീലി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? കുയിലിനോട് നിന്റെ പാട്ട് അടിപൊളിയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? റോസാപ്പൂവിനോട് നീ സുന്ദരിയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതുപോലെ പാറുവിനോട് നീ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. നീ എപ്പോഴും സൂപ്പറല്ലേ? ഈ ഡ്രസ് ഇട്ടപ്പോ ആ സൗന്ദര്യം ഒന്നുകൂടെ കൂടിയിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമ്മളെ കടല കാണാൻ പോവോ? കടപ്പുറത്തുനിന്നല്ലേ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഈ ഡ്രസ് നനഞ്ഞാലല്ലേ പുതിയ ഡ്രസ് ഇടാൻ പറ്റൂ. ഏത് പുതിയ ഡ്രസ്? പുതിയ ഡ്രസ്സല്ലേ നീ ഇട്ടിരിക്കുന്നെ? ഇത് മാത്രമല്ല, ഈ സഞ്ചിയിൽ വേറെയും ഡ്രസ്സുകളുണ്ട്. എനിക്കും വേറെ ഡ്രസ്സുണ്ട്. പ്രിയൻ ഇവർക്ക് എത്ര ഡ്രസ്സാ വാങ്ങിക്കൊടുത്തത്? ഇവര് പ്രിയനെ മുടിപ്പിച്ചോ? അതൊന്നും സാരമില്ലമ്മേ, കുട്ടികളല്ലേ. കുട്ടികളോ? ഇവരോ? പ്രായം കൊണ്ട് കുട്ടികള് തന്നെയാ. പക്ഷെ കയ്യിലിരിപ്പ് താണു കൊടുത്താ തലേക്കറി ഇരിക്കുമെന്ന് പറയാറില്ലേ? ഇവരുടെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാ. ഞങ്ങള് പറഞ്ഞ പ്രിയൻചേട്ടാ ഇനിയും ഡ്രസ് വാങ്ങിച്ചരും അല്ലേ പ്രിയൻചേട്ടാ? ഡ്രസ് മാത്രമല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും പ്രിയൻ ചേട്ടൻ വാങ്ങിത്തരും അല്ലേ പ്രിയൻ ചേട്ടാ? പിന്നെ പ്രിയൻചേട്ടാ നനഞ്ഞിടം കുഴിക്കെന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവരുടെ സ്വഭാവം. ഇവരുടെ സോപ്പിടലിൽ വീണുപോയാ തീർന്നു. ഇനി ഇവർക്കേ ഒന്നും വാങ്ങിക്കൊടുക്കരുത്. ഞങ്ങൾ എന്താവശ്യപ്പെട്ടാലും പ്രിയൻചേട്ടൻ വാങ്ങിത്തരും. വാങ്ങിച്ചു തന്നില്ലെങ്കി നീ എന്താ പ്രിയനെ ഭീഷണിപ്പെടുത്തുവാണോ? ആ ഭീഷണി തന്നെയാ. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അത് ഏയ് വേണ്ട വേണ്ട വേണ്ട, അതൊന്നുമില്ല. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ മതി, വാങ്ങിക്കൊടുക്കാന്ന് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തത്. കുട്ടികളല്ലേ, പാവങ്ങളല്ലേ. എല്ലാരും ചെന്ന് വണ്ടി കയറ. അല്ല, നിങ്ങളെ വരുന്നില്ലേ? ഇനി കടല് വേണ്ട, ഇവിടെ കായലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാ കായല്? നിനക്ക് കായല് കാണണോ അല്ലേ? വടാ കാണിച്ചു തരാം. നിന്നെ ഞാൻ അതിനകത്ത് മുക്കി. അയ്യോ വേണ്ട 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 കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ചെന്ന് വണ്ടി കയറ് നാച്ചങ്ങള്. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കൊന്നും പേരില്ലേ? മിണ്ടാതിരിക്കടി. നീ ആരെ കിടന്ന് വരട്ടുന്ന? ഞങ്ങൾ വരട്ടും. ഞങ്ങൾ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞോണം. ഇല്ലെങ്കി എന്താ ഉണ്ടാവുന്നേന്ന് പ്രിയൻചേട്ടൻ അറിയാം അല്ലേ പ്രിയൻചേട്ടാ? പറ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ?
നിങ്ങൾക്ക് എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോവാം. പ്രിയൻചേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വന്നപ്പോ മുതൽ തുടങ്ങിയതാ പ്രിയൻചേട്ടൻ ഇട്ട് വരട്ടെ. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടാ മതി. ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് നീ തന്നെയല്ലേ? അവിടെ നിന്ന് ഇവിടെ എത്തുന്നത് വരെ നല്ല മര്യാദരാമന്മാരായിട്ടായിരുന്നത്. നിന്നെ കണ്ടതും രണ്ടെണ്ണം വാല് പൊക്കാൻ തുടങ്ങി. നീയേ കൂടെയുള്ളതിന്റെ ബലത്തിലാണ്. പ്രിയൻചേട്ടാ, ഞങ്ങള് വാല് പൊക്കുന്നുണ്ടെന്ന് പ്രിയൻചേട്ടന് പരാതിയുണ്ടോ? ഏയ്, നിങ്ങളെപ്പോലെ ഇത്രയും നല്ല കുട്ടികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. ആ അങ്ങനെ പറ. ഈ പറഞ്ഞത് മാറ്റി പറഞ്ഞുണ്ടല്ലോ. ഏയ് ഇല്ല, ഒരിക്കലും മാറ്റി പറയില്ല. മാറ്റി പറഞ്ഞ പ്രിയൻചേട്ടൻ വിവരം അറിയും. പ്രിയൻചേട്ടനും നിങ്ങളും തമ്മില് എന്തോ ഒരു രഹസ്യമുണ്ട്. അതുകൊണ്ടാ നിങ്ങളുടെ മുന്നിൽ പ്രിയൻചേട്ടൻ ഇങ്ങനെ താൻ നിൽക്കുന്നത്. പറയടാ, നിങ്ങൾ തമ്മിൽ എന്താ രഹസ്യം? അത് പ്രിയൻചേട്ടൻ പറയട്ടെ. ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം. അതിനെന്താ വാങ്ങിത്തരാലോ. ഓരോരുത്തർക്ക് 2 എണ്ണം വീതം വേണം. രണ്ടെണ്ണോ? ഒറ്റയടിക്ക് 2 ഐസ്ക്രീം കഴിക്കുന്നത് വയറിന് കേടാ. അതൊന്നും കുഴപ്പമില്ല, വാങ്ങി തരുന്നോ ഇല്ലയോ? എന്താ മറുപടി പറയാത്തത്? പാറു, ഈ പ്രിയൻചേട്ടൻ ഉണ്ടല്ലോ. വാങ്ങി തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എത്ര വേണമെങ്കിലും വാങ്ങിത്തരാം. 500 രൂപയുണ്ട്. 1, 2, 3 എത്ര വേണമെങ്കിലും വാങ്ങി കഴിച്ചോ. ദേ, അവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്. ചെല്ല. വാടാ. എടാ മക്കളെ, ഞങ്ങൾ കൂടെ വരുന്നു.